നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കവിതയെ പോലല്ല കാവേരി എന്നാ ഞാൻ കരുതിയത്. കാഞ്ചനയോട് ഒരു വാക്ക് അവൾക്ക് പറയാമായിരുന്നു. ആ, താൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാണെന്ന് നോക്ക്. നോക്കട്ടെ. അതെ പ്രവേ, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. താൻ ഫോൺ ഓണാക്ക്. വിളിച്ചിരുന്നെങ്കിലേ അത് അവൾ അമ്മുവിനോട് പറയാമായിരുന്നു. അമ്മു എന്നോടും പറഞ്ഞേനെ. പ്രവേ, കാവേരിയാ. എടുക്ക്, സംസാരിക്കേ. ഹലോ കാവേരി. വല്യേച്ചി, പകല് മുതൽ ഞാൻ വിളിക്കുക. എപ്പോ വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫ്. ഫോൺ കോൾ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത്. പരിചയക്കാരൊക്കെ ഞങ്ങളെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുക. അമ്മ പറഞ്ഞ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ചേച്ചിക്ക് വലിയ സന്തോഷമായി മോളെ. മാസമായിട്ടും അറിഞ്ഞില്ലല്ലേ? എന്റെ കാര്യങ്ങൾ വല്യേച്ചിക്ക് അറിയാവുന്നതല്ലേ? മംഗലശ്ശേരിയിൽ എല്ലാവർക്കും വലിയ സന്തോഷമായി കാണുമല്ലേ? നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് മോളെ. നാളെ വല്യേച്ചി അമ്മുന്റെ കൂടെ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോവാവോ? പ്രഭേട്ടനോട് വല്യേച്ചി ഒന്ന് പറ. ഞങ്ങൾക്ക് വരാൻ പറ്റില്ല മോളെ. ശ്രീകുട്ടിയെ കൂടാതെ ഇവിടം വിട്ട് ഞങ്ങൾ പോവില്ലെന്ന് സത്യം ചെയ്തു കഴിഞ്ഞു. അതുമല്ല, രാവിലെയും വൈകിട്ട് നട അടയ്ക്കുന്നത് വരെ ഇവിടെ ഒരു ശിവക്ഷേത്രത്തിൽ ഉപവാസം ഇരിക്കുക ഞങ്ങള്. ജീവിതത്തിന്റെയും മരണത്തിന്റെ ഇടയിലുള്ള പിടച്ചില്ല മോളെ നിന്റെ വല്യേച്ചി. എന്റെ കുഞ്ഞിനെ ഒന്ന് അടുത്ത് കണ്ടിട്ട് ദിവസങ്ങളായി. ശ്രീകുട്ടി ഇനി നമ്മൾ കാണുന്നത് പഴയ ശ്രീകുട്ടി മോളായിട്ടായിരിക്കുമെന്ന് ദിനേശേട്ടൻ പറയാത്ത ദിവസങ്ങളില്ല. അവിടുത്തെ ചികിത്സ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞാനും ദിനേശേട്ടനും അമ്മുനെ വിശ്വസിക്കുക. ഞങ്ങൾക്ക് ഈ ഭാഗ്യം വരാൻ കാരണം അവളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും. ശ്രീകുട്ടി എഴുന്നേറ്റ് നടക്കും. നിന്റെ നാവ് പൊന്നാവട്ടെ മോളെ. വല്യേച്ചി, എന്റെ കുഞ്ഞിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. എനിക്ക് വലിയ പേടിയുണ്ട്. ഒരാപത്തും വരുത്താതെ ദൈവം നിനക്ക് നിന്റെ കുഞ്ഞിനെ തരും. എനിക്ക് വല്യേച്ചിയുടെ ഈ അനുഗ്രഹം മാത്രം മതി. ശരി, നീ വെച്ചോ മോളെ. അവൾ എല്ലാ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അമ്മുവില. അമ്മു കാരണോ അവൾ ഒരു അമ്മയാവാൻ പോകുന്നത് പോലും. അത് സത്യം. നമ്മൾ ശിവക്ഷേത്രത്തിൽ ഉപവാസം ഇരുന്നപ്പോ അമ്മു എവിടെയായിരുന്നു തനിക്കറിയാമോ? അവള് നമ്മുടെ മോൾക്ക് വേണ്ടി അഖണ്ഡ ജ്യോതി എടുത്ത് ശിവകാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. അയ്യോ പ്രഭേ, എന്താ ഈ കേൾക്കുന്നത്? അഖണ്ഡ ജ്യോതിയെ പറ്റി അന്ന് ക്ഷേത്രത്തിൽ ആരൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. ആർക്കും സാധിക്കാത്ത കാര്യമാണെന്നല്ലേ പറയുന്നത്? അമ്മൂന് അത് സാധിച്ചു. അവള് മടങ്ങി വരികയും ചെയ്തു. എന്റെ മനസ്സിലെ ഒരു ശുഭപ്രതീക്ഷ വന്നു തുടങ്ങി. നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ മോളെ നടത്തിച്ചുകൊണ്ട് തന്നെയാവും. പ്രഭേ, എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.